ഇന്ന് നമ്മൾ വീണ്ടും ഒരു ഓട്സ് റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഈ ഡാൽ കണ്ടോ, ചുമന്ന ഡാൽ. അപ്പോൾ ഈ ഡാൽ ഇതൊരു ഫുൾ കപ്പാണ്. ഓക്കെ, ഇതൊരു ഫുൾ 250 കപ്പാണ്. ഇതിൻ്റെ ഒരു 1/4 കപ്പേ ഞാൻ എടുത്തിട്ടുള്ളൂ. കണ്ടോ, കുറച്ച്. അപ്പം ഇത്രയും നമുക്ക് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം. ഒരു 30 മിനിറ്റ്സ് എങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ സോക്ക് ചെയ്യണം. ഓക്കെ, അപ്പം ഞാനിത് സോക്ക് ചെയ്യാൻ വെക്കുകയാണ്. അപ്പോൾ ഇത്രയും മതി നമുക്ക്. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഓട്സ് വേണം, ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ നമുക്കിനി നമ്മുടെ സാമ്പാർ പരിപ്പില്ലേ, തുവരപ്പരിപ്പ്, അതും വേണം. അപ്പം അതും ഇതുപോലെ കുതിരാൻ വെക്കണം നമുക്ക്. എന്നിട്ട് അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ നമ്മൾ അരച്ച് ദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. ഓക്കെ, സോ അതിനു മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ടല്ല, ഇനിയിപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുമുള്ള എല്ലാ എൻകറേജ്മെൻറ്റും ഞങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. സോ തീർച്ചയായും ഒരു ലൈക്കും ഒരു സബ്സ്ക്രൈബും ഷെയറും അത്യാവശ്യമായി നിങ്ങൾ ചെയ്യണം. സോ നമുക്ക് മുന്നോട്ട് പോവാം. നമ്മൾ കുതിരാനിടുവാണേ. അല്ല, കുതിർക്കാനായിട്ട് ഇട്ടു. ഓക്കെ, ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ ഒരു 30 മിനിറ്റ്സ്. എന്നിട്ട് നമുക്ക് ബാക്കി അടുത്തതും കൂടി ഇട്ട് ഞാൻ കാണിക്കാം. ഇനി നമുക്ക് അടുത്തതാണ്. അതും ഒരു തുമരപ്പരിപ്പ് എന്ന് പറയത്തില്ല, അതും ഒരു സെയിം ഒരു കാല് നമ്മളതും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് രണ്ടും കൂടെ എന്ത് ചെയ്യണം, ഇതും കൂടെ നമുക്ക് ഈ എടുക്കുന്ന നമ്മുടെ ചുവന്ന പരിപ്പിനെക്കാട്ടി കുറച്ച് കൂടുതലായിരിക്കണം നമുക്ക് ഈ ഡാൽ. കാരണം ഇതെല്ലാം പ്രോട്ടീൻ അടങ്ങുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ലോസിന് നല്ലതാണ്. ഓക്കെ, അപ്പോൾ അത് ഞാനൊരു 30 മിനിറ്റ്സ് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി 30 മിനിറ്റ്സ് കുതിർന്നതിന് ശേഷം നമുക്ക് ഇതിനെ അരച്ചെടുക്കാം. വേണ്ടത് ഒരു ചെറിയ ബീറ്റ്റൂട്ട്, കണ്ടോ, ഒരു ബീറ്റ്റൂട്ട് പീൽ ചെയ്ത് വെച്ചത്, പിന്നെ ഒരു 3 പച്ചമുളക്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ സവാള നമുക്ക് കുറച്ചുകൂടെ വേണം മേളിലൊക്കെ ഇടാൻ വേണ്ടി. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ആഡ് ചെയ്യുക. ഞാൻ ഇത്രയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു കപ്പ് ഓട്സ് ആണ് കേട്ടോ. ഒരു കപ്പ് ഞാൻ കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പം ഇതൊരു നല്ല വെയിറ്റ് ലോസ് റെസിപ്പിയാണ്. അപ്പം എല്ലാ ദിവസവും നമ്മൾ ഓട്സ് ഇങ്ങനെ പാലിട്ടൊക്കെ കലക്കി പുട്ടൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നവർക്ക് ഒരു ചേഞ്ചിന് വേണ്ടി ഉറപ്പായിട്ടും നമുക്ക് ഇത് ട്രൈ ചെയ്യാം. അപ്പോൾ ഒരു കപ്പ് ഓട്സ്, ഇത് ക്വാക്കറിൻ്റെ ഓട്സ് ആണ്. ഇത് 250 ml ഒരു മെഷറിംഗ് കപ്പാണ്. ഞാൻ അതിലാണ് എടുത്തിരിക്കുന്നത്. അപ്പം അതിനകത്ത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ 1 by 1 ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം. നമ്മുടെ ഡാൽ ഇവിടെ സോക്കായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഓട്സ് എടുത്ത് വെച്ചിട്ടില്ലേ, അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ ഈ 2 ഡാലും ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയില്ലേ, അതിനെ ഒന്ന് അരിഞ്ഞ് ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതിനകത്തോട്ട് ഇടുക. ഇനി നമ്മളുടെ ബീറ്റ്റൂട്ട് ആ എടുത്ത് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ടും കൂടെ നമ്മൾ അരിഞ്ഞ് മിക്സിയിലോട്ട് ഇടണം. ചെറുതായിട്ട് അരയാൻ പറ്റുന്ന രീതിയിൽ. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത്, പച്ചമുളകും ഉണ്ടേ, അതുകൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് ഞാനിതിനെ എനിക്ക് തോന്നുന്നത് പോലെയൊക്കെ അരിഞ്ഞിടുവാണ്. നിങ്ങളിതിനെ ചെറുതായിട്ട് അരിയണം കേട്ടോ. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട്. വെയിറ്റ് ലോസ് റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റിനും കഴിക്കാം, നൈറ്റിൽ കഴിക്കാം. നമുക്ക് വിശക്കത്തതേ ഇല്ല. ഓക്കെ, നമുക്കൊരു ഫുൾനെസ് ആയിരിക്കും ഓൾവേസ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് പറയാം. ഞാനൊരു 3 പച്ചമുളക് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതലിടണമെങ്കിൽ കൂടുതലിടാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ഇത്തിരി ജീരകം കൂടി ഇടും. കാരണം എന്താണെന്നറിയാമോ, ഈ ഡാൽ രണ്ടും ഗ്യാസൊക്കെ ഉള്ള സാധനങ്ങളല്ലേ. അപ്പം നമുക്ക് അതിനകത്തോട്ട് കുറച്ച് കൺട്രോളിന് വേണ്ടിയാണ് ഇഞ്ചിയും നമ്മൾ ജീരകവും ഇടുന്നത്. നമുക്കൊരു 1/4 ടീസ്പൂൺ ജീരകവും കൂടി ഇടാം. ഇത്രയും ഞാൻ ജീരകവും കൂടി ഇടുന്നുണ്ട്. ഇനി നമുക്കിത് അരയാൻ വേണ്ടി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഉപ്പും ചേർത്ത് അരച്ചെടുക്കണം. നമുക്കിതൊരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസി അരച്ചെടുക്കണം. ഓക്കെ, ഇപ്പോൾ ഇത് കണ്ടോ, ഇതിപ്പോൾ ദോശമാവിൻ്റെ കൺസിസ്റ്റൻസി അല്ല. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം എടുത്ത് നമുക്കിതിനെ ഇങ്ങനെ ദോശയ്ക്ക് സ്പ്രെഡ് ചെയ്യുന്ന പോലെ സ്പ്രെഡ് ചെയ്യണം. അപ്പോൾ അതുപോലെ വേണം നമ്മൾ അരച്ചെടുക്കാൻ. ഇപ്പം ഏകദേശം ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇനി ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമുക്ക് നോക്കാം. എന്നിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ കുഴപ്പമില്ലാത്ത കൺസിസ്റ്റൻസി ഉണ്ട്. കുറച്ചും കൂടെ ഈ മിക്സിയിലെ കഴുകിയ വെള്ളം കൂടെ ഒക്കെ ഒഴിക്കുമ്പോൾ അത് സെറ്റായി പോകും.
ഇപ്പോൾ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ആഡ് ചെയ്ത് ഇപ്പോൾ ഒരു ദോശ മാവിൻ്റെ കൺസിസ്റ്റൻസി ആയി. ഈ സമയം നിങ്ങൾ ഉപ്പൊക്കെ നോക്കിക്കോണം കേട്ടോ. ഉപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പം ഞാൻ ഇതിനകത്ത് ഉള്ളി ഇട്ടിട്ടില്ല. അപ്പം അത് വേണമെങ്കിൽ നമുക്ക് മണ്ടയിൽ മുകളിൽ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഉള്ളി ദോശയാവും. ഇനി ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചെറുതായിട്ടൊന്ന് കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഞാൻ റെഡി അങ്ങ് ഇടുകയാണ് ചെറിയ സ്മെല്ലിനൊക്കെ വേണ്ടി. ഇനി നമുക്ക് ചുട്ടെടുക്കാം. നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ നോൺ സ്റ്റിക്കാണ് നിങ്ങൾ എണ്ണ പുരട്ടണ്ട. നോൺ സ്റ്റിക്ക് ആയിരുന്നു, അത് പോയി. അപ്പോൾ ഞാൻ ഇച്ചിരി എണ്ണ പുരട്ടി കൊടുക്കുന്നുണ്ട്. നോൺ സ്റ്റിക്ക് തന്നെ ആയത്, പക്ഷേ ഇത് കുറേ നാൾ നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഇതിൽ നിന്ന് ആ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു ഇതൊക്കെ പോകും. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണയൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താണ് നമ്മളതിനെ സെറ്റ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ നോൺ സ്റ്റിക്കാണെങ്കിൽ എണ്ണയൊന്നും പുരട്ടണ്ട, മുകളിൽ കുറച്ച് നെയ്യ് പുരട്ടി കൊടുത്താൽ മതി. അപ്പം നമ്മുടെ ദോശ ഇട്ടതിന് ശേഷം ഉണ്ടല്ലോ അതിന് മുകളിൽ അതൊന്ന് സ്മൂത്തായതിനു ശേഷം അതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുത്താൽ മതി. പാൻ ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. എത്രയും നൈസായിട്ട് പരത്താമോ അത്രയും നൈസായിട്ട് നമ്മൾ അതിനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾ നോക്കണം, നല്ല കളറല്ലേ, നല്ല സൂപ്പർ കളറല്ലേ ഇത്. ഇതുപോലെ വരും നമ്മുടെ ദോശ. ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് എണ്ണ, ഓയിൽ ഏതായാലും ഉപയോഗിക്കും. ഞങ്ങൾക്ക് കോക്കനട്ട് ഓയിലാണ്. നിങ്ങൾക്ക് ഇവിടെ ബട്ടർ വേണമെങ്കിൽ ബട്ടർ ഒഴിക്കാം, ഗീ വേണമെങ്കിൽ ഗീ ഒഴിക്കാം, എന്ത് വേണമെങ്കിലും ഒഴിക്കാമേ. നമുക്കിതൊന്ന് തിരിച്ചിടാം. നമുക്കിതൊന്ന് തിരിച്ചിടാം. ഇതൊക്കെ നമ്മളിതിനെ ഇളക്കി ഒന്ന് തിരിച്ചിടാം. നമുക്ക് നമ്മുടെ ടെക്സ്ചർ കണ്ട ദോശയുടെ നല്ല രസമില്ലേ. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.